നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കുമെന്ന് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഒരു മുഴ മുന്നേറിഞ്ഞ് പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് രാഷ്ട്രീയ കൂടുമാറ്റങ്ങളിൽ തെരഞ്ഞെടുപ്പ് ട്വിസ്റ്റുകളിലേക്ക് എത്തിയ കരുനീക്കങ്ങൾ, പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രചാരണം കൊഴുപ്പിക്കുന്നത് മുതൽ ഇനിയും അവസാനിക്കാത്ത ആരോപണ പ്രത്യാരോപണങ്ങൾ വരെ തുടരുന്ന കേരളത്തിലും ഈ പ്രചാരണ ചൂട് ഇരട്ടിയാകും. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, വിവാദങ്ങൾ, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ചർച്ചയാകാൻ 1000 വിഷയങ്ങളുണ്ട് ഇവിടെ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം മുതൽ ഇലക്ട്രൽ ബോണ്ട് വരെ കത്തി നിൽക്കുമ്പോൾ അതിനെല്ലാം തലയ്ക്ക് മുകളിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം വിവാദമാകുമോ വികസനമാകുമോ? ഈ കത്തുന്ന വിവാദങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാതെ എങ്ങനെ പോകും? പരിശോധിക്കുന്നു അന്തിച്ചർച്ച. തെരഞ്ഞെടുപ്പ് തീയതി വ്യക്തമാകുമ്പോൾ ആർക്കാണ് കേരളത്തിൽ മുൻതൂക്കം? CPM നേതാവ് ഡോക്ടർ എ സമ്പത്ത്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, ഒപ്പം മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ആനന്ദ് കൊച്ചുകുടി എന്നിവർ ചേരുന്നു. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, പാർട്ടിയിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ഇപ്പോഴും നാളെ ആര്, അതിനുശേഷം മറ്റന്നാൾ ആര് എന്ന് ഉള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് ക്യാമ്പുകളുടെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ ആ തുടക്കത്തിലുണ്ടായ മന്ദഗതിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രചാരണത്തിന്റെ ഇപ്പോഴുള്ള ഘട്ടം എത്രത്തോളം ആത്മവിശ്വാസത്തിൽ എത്തി നിൽക്കുന്നു കോൺഗ്രസ്? ഞങ്ങൾ വളരെ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. ഒന്ന്, BJPയിലേക്ക് ചില നേതാക്കൾ എന്ന് പറയാൻ ഇപ്പോ പത്മജ വേണുഗോപാൽ. ആരാണ് പത്മജ വേണുഗോപാൽ? പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ ആളാണ് പത്മജ. ആ വെള്ളിക്കരണ്ടിയിൽ ജനിച്ചു വീഴുകയും അത് വായിൽ കടിച്ചു പിടിച്ച് രാഷ്ട്രീയ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും അതിന്റെ എല്ലാ സുഖലോലുപതയും അനുഭവിച്ച നേതാവാണ്, അല്ലെങ്കിൽ വ്യക്തിയാണ് പത്മജ. KSUവിലൂടെ കടന്നു വരികയോ യൂത്ത് കോൺഗ്രസ് കൊടി പിടിക്കുകയോ ചെയ്ത ആളല്ല. അനിൽ ആന്റണി ഇത് തന്നെയാണല്ലോ. അപ്പോ കേരളത്തിൽ പാർട്ടി വിട്ടുപോയി എന്ന് പറയുന്നത് ഈ 2 പേരാണ്. പിന്നീട് തമ്പാനൂർ രതീഷോ അങ്ങനെ ആരാണ്ടുമൊക്കെ പോയി എന്ന് പറയുന്നു. ഇവരെയൊന്നും പാർട്ടി വേദികളിലൊന്നും അത്ര സജീവമായിരുന്നവരല്ല. അപ്പൊ അവരൊക്കെ പോകുന്നവർ പോകട്ടെ. ഈ പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കാനും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട്. അപ്പൊ കോൺഗ്രസിന് മാത്രമാണോ ഈ കൊഴിഞ്ഞുപോക്ക് എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ നേരെ തിരിച്ചു വെക്കുമ്പോ, എന്റെ നാട് കാഞ്ഞിരപ്പള്ളി, ഈ കേരളത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് MLA BJPയിലേക്ക് പോകുന്നത് കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്ന ആരാണ്? നമ്മുടെ മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ്. അൽഫോൺസ് കണ്ണന്താനം ആരായിരുന്നു? പിണറായി വിജയന്റെ മാനസപുത്രനായിരുന്നു. മാനസപുത്രൻ എന്ന് മാത്രമാണോ? അദ്ദേഹം ആദ്യമായി കേരളത്തിൽ നിന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് എത്തിയ നേതാവിനെ കേന്ദ്രമന്ത്രിയാക്കിയപ്പോൾ ആ കേന്ദ്രമന്ത്രിക്ക് ചായ സൽക്കാരം കൊടുത്ത ആരാ? പിണറായി വിജയനല്ലേ? അതിനുശേഷം അൽഫോൺസ് കണ്ണന്താനൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ പിണറായി വിജയൻ എന്ന നേതാവിന്റെ ആശീർവാദത്തോടു കൂടിയാണ് BJPയിലേക്ക് പോയത് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആ വിഷയത്തിൽ നിന്ന് മാറും വസന്ത്. അവസാനം ഈ എത്ര കോൺഗ്രസ് നേതാക്കൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ദേശീയ തലത്തിൽ BJPയിലേക്ക് പോയി എന്നൊക്കെ അപ്പുറത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞു തുടങ്ങിയാൽ ഈ ചർച്ച തന്നെ വഴിമാറിപ്പോകും. കേരളത്തിലെ സ്ഥിതി, കേരളത്തിലെ നിങ്ങളുടെ ആത്മവിശ്വാസം ഏത് തരത്തിലാണ് എന്നുള്ളൊരു ചോദ്യത്തിൽ നിൽക്കുന്നതായിരിക്കും കോൺഗ്രസിന് സേഫ്. അല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന 2 തരം പ്രചരണ ആയുധങ്ങളാണ്. ഒന്നാമതായി, ജനം പൊറുതിമുട്ടിയിരിക്കുന്നു കേന്ദ്ര ഭരണത്തിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 രൂപ എന്ത് കുറച്ചു? പെട്രോളിന്റെ ഡീസലിന്റെ വില 2 രൂപ കുറച്ചു. എത്രയാണ് കേന്ദ്രം മാത്രം ടാക്സ് പിടിച്ചു മാറ്റുന്നത്? ഒരുപക്ഷെ ഇത് GSTയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ 60 68 രൂപയ്ക്ക് കിട്ടണ്ട. ഇനി ഇവർ പറയട്ടെ, എന്താണ് ക്രൂഡ് ഓയിൽ വിലക്കനുസരിച്ച് പെട്രോൾ വില നിശ്ചയിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തത് UPA ഗവൺമെന്റ് ആണ്. അങ്ങനെ ആയിരുന്നെങ്കിലും ഈ ടാക്സ് റേറ്റ് ഇത്രമാത്രം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് 80 രൂപയ്ക്കാണ്. മിനിമം, മാക്സിമം ടാക്സ് എടുത്താൽ പോലും ഒരു 80 രൂപയ്ക്കെങ്കിലും കിട്ടേണ്ട പെട്രോള് 108 രൂപയ്ക്ക് ആക്കിയിട്ട് 2 രൂപ കുറച്ചു. ഈ സർക്കാർ 2014 അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ LPGയുടെ വില 400 രൂപ, ഇന്ന് വില 1000 ആയിരുന്നു, അത് 800 ആക്കി. എന്നിട്ട് പറയുകയാണ്, നോക്കൂ, ദിസ് ഈസ് മോദി കാ ഗ്യാരണ്ടി. ആ മോദി കാ ഗ്യാരണ്ടി കേരളത്തിലെ രാജ്യത്തിലെ പ്രബുദ്ധരായ ജനം തിരിച്ചറിയും. ആ മോദി കാ ഗ്യാരണ്ടിയെ തള്ളിക്കളയും എന്നതിൽ സംശയമൊന്നും വേണ്ട. അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തള്ളിക്കളയുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യും? മോദിക്കെതിരായ ഒരു വോട്ടുണ്ടല്ലോ. ആ മോദിക്കെതിരായ വോട്ട്, അല്ലെങ്കിൽ മോദിയുടെ ഗവൺമെന്റിനെതിരായ ആന്റി ഇൻകംബൻസിക്കെതിരായ വോട്ട്,
ആർക്ക് ചെയ്യുമെന്ന് കേരള ജനത ചിന്തിക്കുമ്പോൾ ആർക്ക് ചെയ്യാൻ പറ്റും? അടിമുടി അഴിമതി ആരോപണങ്ങളിൽ മുക്കി നിൽക്കുന്ന LDF ചെയ്യാൻ പറ്റുമോ? SFIO അന്വേഷണം നേരിടുന്ന മകളുടെ പിതാവിന്റെ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? ക്യാമറയിൽ വരെ അമ്മായിച്ചന് ഒരു ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, മകന്റെ അമ്മായിച്ചനാണെന്ന് ഓർക്കണം, ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അഴിമതി നടത്തിയ പിണറായി വിജയന്റെ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്ന് ജനം തീരുമാനിക്കും. 2 രൂപ അധിക സെസ് പിരിച്ചിട്ടും 6 മാസമായി പെൻഷൻ കൊടുക്കാത്ത പിണറായി വിജയന്റെ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്ന് ജനം തീരുമാനിക്കും. അവിടെ ജനത്തിലുള്ള ഓപ്ഷൻ മതേതര ജനാധിപത്യ മുന്നണിയായ UDF തന്നെയാണ്. അത് ഞങ്ങളിലേക്ക് വന്നു ചേരുമെന്നും. അതായത് ഞാൻ ചോദിക്കുന്നത്, വസന്ത അജണ്ട കൃത്യമാണോ? എന്ത് വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് വോട്ടർമാരിലേക്ക് എത്തുന്നത് എന്ന് സംബന്ധിച്ച് ആ ചിത്രം കൃത്യമായിട്ട് UDFന്റെ മുന്നിലുണ്ടോ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ അവസാനിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രചരണത്തിലേക്ക് കടക്കുന്നു. വലിയ രീതിയിലുള്ള ആവേശങ്ങളൊക്കെ ഈ റാലിയുമായി ബന്ധപ്പെട്ടുണ്ട്, അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ എന്തെല്ലാം പ്രചാരണ വിഷയങ്ങളാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം എന്താണ് എന്നൊരു ഫോക്കസിലേക്ക് UDFും കോൺഗ്രസും എത്തിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഈ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രചാരണം മുന്നോട്ട് പോവുകയാണ് എന്നുകൂടിയാണോ? അല്ല, പ്രധാന വിഷയം ജനം പൊറുതിമുട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്, 2 സർക്കാരുകളെ കൂട്ടി. അതുകൊണ്ട് തന്നെ പ്രധാന സബ്ജക്ട് ഓഫ് എന്താ പറയുന്നത് ദിസ് എലക്ഷൻ ആന്റി ഇൻകംബൻസി തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായുണ്ട്, സംസ്ഥാന എതിരായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ളത് ഹിമാലയൻ പർവ്വതത്തിന്റെ മുകളിൽ എത്തി നിൽക്കുകയാണ്. അത്രമാത്രം പീക്ക് ലെവലിലാണ്. അതിനെ വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് പൂർണ്ണാർത്ഥത്തിൽ പെൻഷൻ മുടങ്ങിയത് തൊട്ട് ചില വിഷയങ്ങളിലുള്ള മുട്ടാപ്പോക്ക് നയങ്ങളടക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ B ടീമായി ചേർന്ന് കളിക്കുന്ന ചില ഇരട്ടത്താപ്പുകൾ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കും. അത് ഞങ്ങൾക്ക് അനുകൂലമാകും. 20 ഔട്ട് ഓഫ് 20 പ്രാവശ്യം ഉണ്ടാകും എന്നാണ് കേരളത്തിൽ ഞങ്ങളുടെ. ഓക്കെ, ഞാൻ തിരികെ എത്താം. വസന്ത്, ഡോക്ടർ A. സമ്പത്ത്, ആദ്യം സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിക്കുക, പ്രബലരായിട്ടുള്ള ഒരു പട്ടിക പുറത്തിറക്കുക, അതിന്റെ എല്ലാ മൈലേജും അവകാശപ്പെടാൻ കഴിയുക. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലേക്ക് ആൾക്കൂട്ടത്തെയും ആവേശത്തെയും ഉണർത്തിക്കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക്, സർപ്രൈസ് പട്ടികയിലേക്ക് തന്നെ UDF കിടക്കുക, പ്രധാനമന്ത്രിയെ തന്നെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിൽ തുടർ സന്ദർശനങ്ങൾ ഒരുക്കി തെരഞ്ഞെടുപ്പ് റാലികളിലേക്ക് BJP കിടക്കുക. ഒരുപക്ഷെ എല്ലാം ശരിയാകും എന്നുള്ള ഒരു ചിത്രം തന്നെയാണോ നാളെ തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തെ LDFന്റേത്? അപർണ, നാളെ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനവും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയാൻ ഇടയുണ്ട് എന്ന വിശ്വാസത്തിന്മേലാണ് നമ്മുടെ ഈ ചർച്ചയും നടക്കുന്നത്. നാളെ രാവിലെ മുതൽ തന്നെ വിവിധ ടെലിവിഷൻ മാധ്യമങ്ങളൊക്കെ ഈ ചർച്ചകൾ അവരും ആരംഭിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പാകെ ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന്, അവർ ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്ന വിനീതമായ അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ചങ്ങാതി പറഞ്ഞതിനെല്ലാം മറുപടി പറയാനായി അത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പറയുന്നത് പോലെയുള്ള അത്തരം കാര്യങ്ങൾ പറയാനുള്ള ആ അധികാരാവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. രാവിലെ മുതൽ സഖാവ് പിണറായി വിജയനെതിരായി എന്തെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണ പറയാൻ കഴിയുമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇനി കുടുംബാംഗങ്ങളെ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ ഒക്കെ അത്തരത്തിൽ അങ്ങനെ പറയുക എന്നുള്ളത് അത് അവരുടെ ഒരു പുതുമയാർന്ന കാര്യമൊന്നുമല്ല. സഖാവ് EMSനെ വിക്കായെ, നമ്പൂരിയെ കള്ള എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുള്ളവരുടെ പിന്മുറക്കാരാണ് എന്നുള്ളതും, സഖാവ് AK ഗോപാലൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് വിളിച്ചവരും, സഖാവ് EK നായരെ, ഞാൻ ആ വാക്കിപ്പോൾ ഉപയോഗിക്കുന്നില്ല, 2 അക്ഷരങ്ങൾ മലയാളം കൊണ്ട്, അത് ആ പദപ്രയോഗം വെച്ചിട്ടാണ് നയനാരെ വിളിച്ചത്, മുണ്ടശ്ശേരി എന്ന് വിളിച്ചവരും, സഖാവ് അഴീക്കോടൻ രാഘവൻ, കേരളത്തിലൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്നത് അന്നത്തെ പ്രതിപക്ഷ ഏകോപന സമിതിയുടെ കൺവീനറായിരുന്ന ട്രേഡ് യൂണിയൻ നേതാവും CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. സഖാവ് അഴീക്കോടൻ രാഘവനെ പറ്റിയെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് അതെല്ലാം തന്നെ അവസാനം ആ ശരീരം വീട്ടിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മുടെ നാട്ടുകാർ അറിയുന്നത് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാർ അവരുടെ ചെറുപ്പകാലം മുതൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ കാര്യം, ഇന്ത്യക്ക് മാതൃക കേരളമാണ്. എന്തുകൊണ്ട്? ഒരു വർഗീയ സംഘടനകളും ഇല്ലാത്തൊരു നാട് കേരളമാണ്.
മതമൈത്രി പുലരുന്നൊരു നാട്, അത്തരത്തിൽ സമുദായ സാഹോദര്യം അത് പുലരുന്നതായ ഒരു നാട് കേരളമാണ്. കേരളം നേടിയിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ പലർക്കും അസൂയയായി വരുമ്പോൾ അവർക്ക് വല്ലാതെ അതൊരു ഈ ഇറിറ്റേഷനായോ ചിലപ്പോൾ അവർക്കൊരു അറഗൻസായോ ഒക്കെ വരാം. എന്താ അത്തരം കാര്യങ്ങൾ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിത ആയുസ്സുള്ളൊരു സംസ്ഥാനമായി കേരളം, ഇന്ത്യയിലെ ഏറ്റവും കുറവ് മാതൃമരണ നിരക്ക്, ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ളൊരു സംസ്ഥാനമായി കേരളം. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയായത് കേരളമാണ്. എൻ്റെ അധിക സമയം ഞാൻ അവതരിക്കുകയില്ല, അപർണ ഇടപെട്ടോളൂ ഈ കാര്യത്തിൽ. 1980 സഖാവ് ഇ കെ നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെറും 45 രൂപ അന്ന് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകിയ കാലത്ത് ഒരു കൂട്ടർ പറഞ്ഞു, ഇറ്റ്സ് എ ലൂട്ട് ഓൺ ദ എക്സ്ചക്കർ, ഇത് ഈ നമ്മുടെ ഈ ഖജനാവ് ചോർത്തിക്കളയുകയാണ് നിങ്ങൾ. വേറൊരു കൂട്ടർ പറഞ്ഞു ഇത് പ്രത്യുൽപാദനപരമല്ല. അതിനെല്ലാം വന്ന് സഖാവ് നയനാർ പറഞ്ഞ മറുപടി ഉണ്ട്, ഞാനതിപ്പോൾ ആവർത്തിക്കുന്നില്ല. അന്ന് കേരളമാണ് അത്തരം കാര്യങ്ങളിൽ മാതൃക കാട്ടിയത്. ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് കേരളത്തിലെ സഖാവ് EMSന്റെ ഗവൺമെൻറ് ആയിരുന്നു, മറന്നു പോകരുത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു ശതമാനം അതിദരിദ്രരുള്ള ഒരു സംസ്ഥാനം, ഏറ്റവും കുറച്ചു ശതമാനം കുടുംബങ്ങൾക്ക് മാത്രം അത്തരത്തിൽ സ്വന്തമായി ഭവനമോ ഭൂമിയില്ലാത്തൊരു സംസ്ഥാനം. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുടുംബങ്ങൾക്കും ഭവനം, അടച്ചുറപ്പുള്ള വീട് എന്നുള്ളത് അതൊരു സ്വപ്നമല്ല, സാക്ഷാത്കരിക്കും എന്നത് തന്നെ അതെല്ലാം അംഗീകരിക്കാവുന്ന രീതിയിലേക്ക് ഡോക്ടറെ സമ്പത്ത് സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപ്പാക്കി എന്നത് അംഗീകരിക്കാവുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്കും പ്രചാരണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്, ഇടതുപക്ഷം അത് ഉയർത്തിപ്പിടിക്കുന്നു, അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സ്ഥാനാർത്ഥി നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ വിവാദമാകുമെന്നുള്ളതിൽ ദേശീയ തലത്തിൽ വരെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് കടക്കുന്നതിന് മുൻപായിട്ടൊരു ചോദ്യം. കോൺഗ്രസ് UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അല്പം വൈകിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമുക്കറിയാം. ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ കൂടുതൽ ആവേശവും കൂടുതൽ ജനക്കൂട്ടവും ഒക്കെ കാണുന്ന ചിത്രങ്ങളെല്ലാം കൂടുതൽ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ മെച്ചമെന്നൊരു തോന്നൽ ഒരു പക്ഷേ പൊതുജനത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഈ ആവേശവും ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണോ കരുതേണ്ടത്? ഇടതുപക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെക്കാളും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ, അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ചത് കൊണ്ട് അതിലും മെച്ചമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരു മുഴം നീട്ടിയെറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നില്ലേ? ഞാൻ UDFിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ല BJPയുടെയോ NDAയുടെയോ സ്ഥാനാർത്ഥി പട്ടികയെ വിമർശിക്കാൻ ഞാൻ ആളല്ല. ഞാൻ അത്തരത്തിൽ വ്യക്തിപരമായ ഒരു പരാമർശത്തിന് ഞാൻ പോകുന്നുമില്ല. അതിന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അത് കഴിഞ്ഞാലും ഞാനില്ല. ഇവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്, വിജയിക്കാൻ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ വളരെ ഉജ്ജ്വലമായ വിജയം നേടുക തന്നെ ചെയ്യും. ആ വിജയം എന്നുള്ളത് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ള BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നടപടികൾക്കെതിരായി, ജനദ്രോഹ നയങ്ങൾക്കെതിരായി, നമ്മുടെ ഈ രാഷ്ട്രത്തെ വിറ്റുതുലയ്ക്കുന്ന നയങ്ങൾക്കെതിരായി, ഈ രാജ്യത്ത് അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെടുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുക, ലെജിറ്റിമൈസ് ചെയ്യപ്പെടുക, കറപ്ഷൻ ഈസ് ബീയിങ് ലെജിറ്റിമൈസ്ഡ്, ലീഗലൈസിങ് ദി കറപ്ഷൻ അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈവൻ ടോപ്പിളിംഗ് ദി വാല്യൂസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നിലയിലേക്ക് ഇവിടെ സുപ്രീം കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചതായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്ത് അങ്ങനെ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി തന്നെ ആ വിധിന്യായത്തിൽ പറയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രത്യേക തരം നാടകം നടത്തുക, ഇങ്ങനെ ഒരു പാവകളി നടത്തുക, ഇതെല്ലാം ഇവിടെ ഈ കേസ് കൊടുത്തതിൽ തന്നെ അവിടെ ജസ്റ്റിസ് ഭൂഷന്റെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്, എ പെറ്റീഷണർ പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങളുടെ മുമ്പിലുള്ളതിൽ CPIM മാത്രം ഒരു പൈസ പോലും ഇലക്ട്രൽ ബോണ്ടായി അങ്ങനെ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളത്. ഇത് നേരത്തെ തന്നെ ഞങ്ങൾ ചോദിച്ചതാണ് പാർലമെന്റിലും പുറത്തും. അത് എന്നിട്ട് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നത്. ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ ഇപ്പോൾ ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതിനെതിരായി ഡൽഹിയിൽ നടത്തിയതായിട്ടുള്ളൊരു പ്രക്ഷോഭവും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തതും മാത്രമല്ല, ഇന്ത്യയിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ഏറ്റവും ഭീകരമായ കാഴ്ചയില്ലേ ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ? അത്തരത്തിൽ ഒരു സ്ത്രീയെ അപർണ, നമ്മളെല്ലാവരും ഒരു അമ്മ നൊന്തു പറ്റതല്ലേ നമ്മളെല്ലാവരെയും? ഒരു സ്ത്രീയെ, ഒരു കൊലപാതകത്തെക്കാൾ ഭീകരമല്ലേ ബലാത്സംഗം എന്നുള്ളത്? കൂട്ടബലാത്സംഗം എന്നുള്ളതിനെ എന്താണ് പറയേണ്ടത്? മോസ്റ്റ് ഹീനിയസ് ക്രൈംസ് ഇൻ ദ അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? വക്കീലന്മാരുടെ ഭാഷയിലെല്ലാം ഇതിനേക്കാൾ ഭീകരവും നിന്ദ്യവുമായിട്ടുള്ള മറ്റൊരു ഏതെങ്കിലും നടപടിയുണ്ടോ? ആ കുറ്റവാളികളെ സർക്കാർ തന്നെ, ഒരു സംസ്ഥാന
ബി.ജെ.പിയുടെ സംസ്ഥാന സർക്കാർ അങ്ങനെ തന്നെ അവർ നിയമങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നതിൽ വളച്ചൊടിക്കൽ നടത്തി കോടതി ഉത്തരവിന് വിരുദ്ധമായി അവരെ തുറന്നുവിടുക, അവരെല്ലാം ആനയിച്ചു കൊണ്ടുവരിക, അവരെ മാലയിട്ട് സ്വീകരിക്കുക. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം വർഷങ്ങളോളം നടത്തേണ്ടി വന്നു. ഒരു സ്ത്രീ ഞാൻ ഇന്നാരാണ് എന്ന് അവരുടെ വ്യക്തിത്വം തന്നെ തുറന്ന് അവർ പറയുകയാണ്. അല്ലാതെ അതിജീവിത എന്നോ അല്ലെങ്കിൽ നിർഭയ എന്നോ ഒന്നുമല്ല. ആ സ്ത്രീ പറയുകയാണ് ഇന്നതെല്ലാം സംഭവിച്ചു എന്നുള്ളത്. സുഭാഷിണി അലി അടക്കമുള്ളവർ നേതാക്കൾ നടത്തിയതായ ഒരു പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടത്തിൽ കൂടെ നിന്നവരുണ്ടല്ലോ. ഇവിടെ ബി.ജെ.പി എന്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്? ഇന്ത്യൻ സ്ത്രീത്വത്തെ ഇതുപോലെ അപമാനിച്ചവർ. ഇനി വേണമെങ്കിൽ ബി.ജെ.പി പറയും യു ഷുഡ് അപ്രീഷിയേറ്റ് അസ്. എന്താ ഈ കുറ്റവാളികൾ കീഴടങ്ങിയതിനാ? അതാണോ അപ്രീഷിയേറ്റ്? ഈ വിഷയങ്ങൾക്കൊക്കെ ദേശീയ തലത്തിൽ അത് പൗരത്വ പ്രതിഷേധമായാലും, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായുള്ള പ്രതിഷേധമായാലും, ഇലക്ട്രൽ ബോർഡ് വിഷയമായാലും, ബിൽക്കിസ് ബാനു കേസായാലും, ഈ വിഷയങ്ങൾക്കൊക്കെ ദേശീയ തലത്തിലുള്ള പ്രാധാന്യത്തെ ചെറുതാക്കി കാണുന്നില്ല. ഇത് എത്രത്തോളം ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ ഇത് അഡ്രസ് ചെയ്യാൻ കഴിയും ജനങ്ങൾക്കിടയിൽ എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. കേരളത്തിലാണെങ്കിൽ ഈ വിഷയങ്ങൾ, കേരളത്തിലെ വോട്ട് ബാങ്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതെത്രത്തോളം വിഷയമാകുന്നുണ്ട് എന്ന് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ എ സമ്പത്ത്, അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, തുടർ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു പ്രധാനമന്ത്രി കേരളത്തിൽ. ബാലികേറാ മലയാണ് കേരളം എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള പേടിയാണോ? ദക്ഷിണേന്ത്യ അത്ര എളുപ്പമൊന്നും കയ്യിൽ വരില്ല, ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ടൊന്നും വരില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് കൂടിയാണോ ഈ സന്ദർശനങ്ങൾ? കേരളം ബാലികേറാ മലയാണെന്ന് പ്രധാനമന്ത്രിക്ക് തോന്നുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് കേരളത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു, ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അദ്ദേഹം ഈ കേരളത്തിൽ വരും. അദ്ദേഹം നിരന്തരം വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, അതിനു മുമ്പും വന്നു. നമ്മൾ പല പ്രാവശ്യം കണ്ടു. ഓരോ പ്രാവശ്യം വരുമ്പോഴും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ കേരളത്തിന് ശ്രീ സമ്പത്തിരുന്ന് കേന്ദ്ര ഭരണത്തെ പറയുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും കേരളത്തിന് നിറയെ വിഷുക്കൈ നീട്ടവും അല്ലെ ഓണസമ്മാനവും ഒക്കെ ആയിട്ട് വരുന്ന പ്രധാനമന്ത്രിയെ കേരളം കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അദ്ദേഹം ഇപ്പോഴൊന്നും ഇത് ഭയന്നിട്ടൊന്നും ഇങ്ങോട്ട് വരുന്ന ആളല്ല. ഇവിടെ അദ്ദേഹം നിരന്തരം വരാറുണ്ട്, ഇവിടെ സമ്മാനങ്ങൾ നൽകാറുണ്ട്, ഈ കേരളത്തെ താങ്ങി നിർത്തുന്നുമുണ്ട്. ശ്രീ സമ്പത്ത് അങ്ങ് എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ ഇനി ഈ കേരളത്തിന്റെ മുന്നിൽ പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനതയ്ക്ക് ഇന്ന് പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട്, മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ പ്രാവശ്യവും വലിയ ഇന്റർവെൽ ഒന്നുമില്ലാതെ, ഇടവേളകളൊന്നുമില്ലാതെ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു ജനസഞ്ചയം ഈ കേരളത്തിൽ ഒത്തുകൂടുന്നത് ആ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചിട്ടാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഈ ജനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തുന്നത്. മോദിജി എവിടെ വരുന്നോ അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. അതൊരു പ്രത്യേകതയാണ് കേരളത്തിന്റെ. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് അപർണ, എനിക്ക് സമയം തരണം, പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. അദ്ദേഹം പറയുന്നു പത്മജ വേണുഗോപാൽ വന്നതുകൊണ്ട് അവർക്ക് വേണ്ടാത്ത ഒരാളായിരുന്നു, അവർ ചവറ്റുകൊട്ടയിൽ ഇട്ട ആളാണ്. അതുപോലെ തമ്പാനൂർ സതീഷ് അവർ ചവറ്റുകൊട്ടയിൽ കളഞ്ഞതാണ്, പത്മിനി തോമസ് അവർ ചവറ്റുകൊട്ടയിൽ കളഞ്ഞതാണ്. ഇങ്ങനെ പലരെയും ആന്റണിയുടെ മകൻ, ശ്രീ ആന്റണിയുടെ മകൻ അവർ ഉപേക്ഷിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഫെബ്രുവരി 26, 2023 നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തില് ദേശീയ സെക്രട്ടറി അജയ് കപൂറിന്റെ നേതൃത്വത്തില് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് അജയ് കപൂറിന്റെ നേതൃത്വത്തില് ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുന്ന ആളുകളെ തടയാൻ വേണ്ടി നിങ്ങൾ ഒരു 5 അംഗ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അജയ് കപൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഇന്നലെ അദ്ദേഹം എവിടെ എത്തി? ആളുകളെ തടഞ്ഞ് അദ്ദേഹം ഇന്ന് ബി.ജെ.പിയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. ഇതാണ് മിസ്റ്റർ നിങ്ങളുടെ കോൺഗ്രസ്. കോൺഗ്രസിന് പറ്റിയത് എന്താ? നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല. നിങ്ങൾക്ക് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അണികൾക്കോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ കൊടുക്കാൻ എങ്ങനെയാണ് ബഹുമാനം കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. സ്ത്രീകളെ എവിടെ നിർത്തണം, അല്ലെ അവരെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ല. ഇന്ന് ശ്രീമതി പത്മജ വേണുഗോപാൽ എന്താണ് പത്തനംതിട്ടയിൽ പറഞ്ഞത്? ബി.ജെ.പിയുടെ വേദിയിൽ, എൻ.ഡി.എയുടെ വേദിയിൽ അവർ പറയുന്നു നിങ്ങൾ എവിടെയാണ് സ്ത്രീകളെ ഇരുത്തിയിരുന്നത്? വേറെ പല വിവാദങ്ങളും കേട്ടല്ലോ. ദീപ്തി മേരി വർഗീസ് ശ്രീമാൻ സമ്പത്തിന്റെ പാർട്ടിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയെന്ന് കേട്ടല്ലോ. ഇതുപോലെ പല സ്ത്രീകളും, ഷമാ മുഹമ്മദിനെ നിങ്ങളുടെ നേതാവ് എങ്ങനെയാ അപമാനിച്ചത്? അപ്പൊ കോൺഗ്രസിൽ ഒരു സ്ത്രീക്ക് മാത്രമല്ല, സാധാരണ നേതാക്കന്മാർക്കാർക്കും, കാരണം നിങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാർ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരുടെ ബയോളജിക്കൽ ഫാദറിനെയും പൊളിറ്റിക്കൽ ഫാദറിനെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്.
ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി അഭിമാനപൂർവ്വം പ്രചരണം നടത്തുന്നു. നിങ്ങളുടെ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രചരണം നടത്തുന്നു. KC വേണുഗോപാലിനെ തോൽപ്പിക്കാനുള്ള പ്രചരണം നടത്തുന്നു. അതുകൊണ്ടല്ല ഞാൻ പറയട്ടെ, നിങ്ങളുടെ നേതാക്കന്മാര് കോൺഗ്രസിലെ മറ്റു പല നേതാക്കന്മാരുടെയും ബയോളജിക്കൽ ഫാദറിനെയും പൊളിറ്റിക്കൽ ഫാദറിനെയും ഒക്കെ അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് അഭിമാനമുള്ള ആരും നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. അവരാ പാർട്ടി ഇട്ടിട്ട് പോകും, BJP-യിലേക്ക് വരും. അല്ല അഡ്വക്കേറ്റ് സിന്ധുമോൾ, അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ക്ഷീണമുണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി അവർക്കൊപ്പം നിൽക്കുന്നില്ലേ? ആ രീതിയിലുള്ള ആവേശമില്ലേ പ്രചാരണ രംഗത്ത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വസന്ത് തെങ്ങുംപള്ളി മറുപടി പറഞ്ഞിട്ട് വേണം എനിക്ക് ആനന്ദ് കൊച്ചുകൂടിയിലേക്ക് പോവാൻ. അല്ല, എനിക്ക് 2-3 കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്, സമയമുണ്ടല്ലോ അല്ലേ? ഒന്ന്, ഇവർ പറയുന്നത്, സിന്ധുമോൾ പറയുന്നത് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്, പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ബൈറ്റ് വേണോ? ഞാൻ അയച്ചു തരാം. എന്നിട്ട് ഒടുക്കം ഇപ്പൊ സീറ്റ് കിട്ടിയപ്പോ അവരത് വിഴുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ചില സ്ത്രീകളുണ്ടല്ലോ, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അടുക്കളയിൽ പാത്രം കഴുകിയാൽ മതി എന്നാണ് ചില നേതാക്കളുടെ വിചാരം എന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാ. വേദിയിൽ നിങ്ങളുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, സമാന ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മുടെ പത്മജ വേണുഗോപാലിനെയും പത്മിനി തോമസിനെ ഒന്നും കോൺഗ്രസിന് വേണ്ടായിരുന്നെന്നോ കോൺഗ്രസ് ഒരു മൂലയിൽ ഇട്ടിരുന്നോ എന്നോ അല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന വടവൃക്ഷത്തിന്റെ അവസാനത്തെ നീര് ഊറ്റി കുടിച്ച് വണ്ണം വെച്ച് പൊണ്ണിച്ച് ഒടുക്കം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരനായി കൊടി പിടിക്കുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരെ വഞ്ചിച്ചവർ മറുകണ്ഠം ചാടി എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരെ ഒരു മൂലക്കിട്ടിരുന്നല്ല. അങ്ങനെ മൂലക്കിട്ടിരുന്നെങ്കിൽ പത്മജ വേണുഗോപാലിന് കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗത്വം കിട്ടിയില്ലോ. അവർക്ക് 4 തവണ നിയമസഭയിലും പാർലമെന്റിലും സീറ്റ് കൊടുത്തില്ലേ? 2004 വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന സീറ്റിൽ അവർ പോയി തോക്കുന്നത് ഞങ്ങളുടെ കുറ്റമാണോ? അവിടെ ഞങ്ങൾ അവരെ ജയിപ്പിക്കണമായിരുന്നോ? എങ്ങനെ സാധിക്കുമായിരുന്നു? അവർ തന്നെ തോറ്റുപോയത് ഞങ്ങളുടെ കുറ്റമല്ല. ഒരു കാര്യം, രണ്ടാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എന്താണ് നമ്മുടെ ഡോക്ടർ സമ്പത്ത് പറയാണ്, നോക്കൂ, കേരളത്തിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ലൈഫ് മിഷനെ പറ്റിയാണ് കേട്ടോ. ഏത് ലൈഫ് മിഷൻ? കേരളം മുഴുവൻ എല്ലാ സാധാരണക്കാർക്കും വീട് കൊടുത്ത ലൈഫ് മിഷൻ. ഇതാ ഡോക്ടർ സമ്പത്ത് ഒന്ന് വായിച്ചു നോക്കണം. അടൂരുകാരൻ ഗോപി 4 മാസം മുമ്പ് എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പാണ്. ലൈഫ് മിഷനിൽ വീട് കിട്ടാത്തതിനാൽ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടവനാണ്. പ്രായപൂർത്തിയായ മകളുടെ മാനം സംരക്ഷിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാത്തതിനാൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എഴുതി വെച്ച് അടൂരുകാരൻ ഗോപി ആത്മഹത്യ 4 മാസമേ ഉള്ളൂ. ഈ 4 മാസത്തിനിടയ്ക്ക് പിണറായി വിജയൻ 2.0 അവതരിച്ചോ? പഴയ പിണറായി വിജയൻ തന്നെയാണല്ലോ ഇപ്പോഴും ഭരിക്കുന്നത്. 7 വർഷം മുമ്പുള്ള പിണറായി തന്നെയാണല്ലോ ഇപ്പോഴും ഭരിക്കുന്നത്. അതേ പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ, ഉത്തരേന്ത്യയിലല്ല കേട്ടോ, അതേ പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഗോപി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് ലൈഫ് മിഷനിൽ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് മരിക്കേണ്ടി വന്ന കേരളത്തെ പറ്റിയാണ് ഡോക്ടർ സമ്പത്ത് പറയുന്നത്. ഇതാ ഞങ്ങൾ എല്ലാവർക്കും വീട്, അതാണ് ഞങ്ങളുടെ പ്രചരണ ആയുധമെന്ന്. പിന്നെ സിന്ധുമോൾക്കും കൂടി, നിങ്ങൾ പത്മിനി തോമസ് വന്നു, പത്മജ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ പ്രീമിയർ പത്മിനിയും കോൺഗ്രസിലെ പ്രീമിയർ പത്മിനിയും അംബാസിഡറും ഒക്കെ നിങ്ങൾ എടുത്തോന്നേ. ഞങ്ങൾക്ക് ഇവിടെ ബെൻസും BMW ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രചരണത്തിന് ഇറങ്ങും. വിജയം ബെൻസിന്റെ ഒക്കെ ഒപ്പം വന്നത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ അറിയാം. സിന്ധുമോളെ, ചിരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കണം. എനിക്ക് തോന്നുന്നത് പ്രീമിയർ പത്മിനിയാണ് ആദ്യം ഇറങ്ങിയ കാർ എന്നാണ്. അംബാസിഡർ ബാക്കി നിങ്ങൾ പറഞ്ഞ വണ്ടിയൊക്കെ പിന്നീട് വന്നാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് പഴമക്കാരെയൊന്നും വേണ്ടല്ലോ. ശ്രീ കരുണാകരനെ വരെ മൂലക്കിരുത്താൻ ശ്രമിച്ച പാർട്ടിയല്ലേ നിങ്ങൾക്ക് പഴയ ആൾക്കാരെ കാരണന്മാരെ ഒന്നും വേണ്ടല്ലോ. നിങ്ങൾക്ക് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാസന്തിയും ലക്ഷ്മിയും, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിന്നെ സോണിയാഗാന്ധിയും, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. അങ്ങനെയാ നിങ്ങൾ പോകണം. എങ്ങനെ നിൽക്കും? ഓക്കെ, ഞാൻ തിരിച്ചെത്താം പാനലിലേക്ക്. എനിക്ക് ആനന്ദിലേക്ക് കൂടി. ആനന്ദ്, ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ നാടകീയമായ ട്വിസ്റ്റുകളോടുകൂടി ആദ്യ ലാപ്പിലേക്ക് പോയ തെരഞ്ഞെടുപ്പ് ഈയിടെ എങ്ങും ഉണ്ടായിട്ടില്ല. പുറത്തുനിന്ന് തന്നെ ആ പൾസ് എടുക്കുന്നുണ്ട് ആനന്ദ്. ആ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഈ ലാപ്പിൽ ആർക്കാണ് മുൻതൂക്കം എന്നാണ് തോന്നുന്നത്? നേരത്തെ സ്ഥാനാർത്ഥി നിർണയമായി മുന്നിട്ടിറങ്ങിയതുകൊണ്ട് ഇടതുപക്ഷത്തിന് അത് അവകാശപ്പെടാവുന്ന ഒരവസ്ഥയുണ്ടോ? പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ അത് BJPക്ക് നൽകുന്നുണ്ടോ? കോൺഗ്രസ് ഇറക്കിയ സർപ്രൈസ് പട്ടിക അത് UDFന് നൽകുന്നുണ്ടോ ഒരു മുൻതൂക്കം? ഇത് ആർക്ക് മുൻതൂക്കം എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്?
അല്ല, ലോക്സഭാ ഇലക്ഷനിൽ കാലാകാലങ്ങളായിട്ട് UDF ഒരു മുൻതൂക്കം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ അല്ലാതെ വന്നത് 1960-ലും 2004-ലും മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം കുറച്ച് മുൻപേ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇടതുപക്ഷത്തിന് ഒരു മുൻതൂക്കം ഉണ്ടാകണമെന്നില്ല. ശരിയാണ്, കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി അവധാനതയോടുകൂടിയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിച്ചത്. അതുമാത്രമല്ല, ചില ഡീലുകളൊക്കെ ചില സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉദാഹരണത്തിന് പൊന്നാനിയിലെ KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം, ഇത് മാധ്യമങ്ങളിലൊന്നും വരാത്ത കാര്യമാണ്. അതായത് ഈ പൊന്നാനിയിലെ KS ഹംസയെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് കോഴിക്കോട് കരീം അല്ലെങ്കിൽ എളമരം കരീമിനെ ജയിപ്പിക്കാനാണ്, സമസ്തയുടെ കുറച്ച് വോട്ട് മറിക്കാനാണ് എന്നൊക്കെയുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഈ സമസ്തയുടെ 2 നേതാക്കൾ തിരുവനന്തപുരത്ത് വന്ന് പിണറായി വിജയനെ കണ്ട കാര്യമൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില ഡീലുകളൊക്കെ ഇതിൽ ഈ സമസ്തയും CPM-ഉമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഇലക്ഷൻ കാലത്താണ് മുസ്ലിം ലീഗിന് നേരിട്ട് ഇലക്ഷൻ കാലത്താണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത്. കുറച്ചും കൂടെ ആധികാരികമായിട്ട് ഒരു പക്ഷേ ഇങ്ങനെയുള്ള നമ്മൾ ആരോപണങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ കൂടി അതിന്റെ കൂടെ ഒന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും. അല്ല, ഇത് ഈ സമസ്തയുടെ നേതാക്കളും ലീഗിന്റെ നേതാക്കളും കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നേതാക്കളുമായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ മണ്ഡലങ്ങളിൽ തന്നെയാണ്. അപ്പോൾ കോഴിക്കോടും വടകരയും ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. KP ഉണ്ണികൃഷ്ണൻ 1971 മുതൽ 96 വരെ MP ആയിട്ടുള്ള കോലീബി സഖ്യത്തിൻ്റെ ഒരു ഇരയായിട്ടുള്ള KP ഉണ്ണികൃഷ്ണൻ. അന്ന് അത് വേറൊരു തരത്തിലായിരുന്നു അന്നത്തെ ഡീല്, കോൺഗ്രസും ലീഗും BJP-യുമായിട്ട് നടന്ന ഒരു ഡീല്. ഇപ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു ഡീലാണിത്. ഈ കോഴിക്കോട് എളമരം കരീമിനെ വിജയിപ്പിക്കുക, അതായത് സമസ്തയുടെ വോട്ടുകൾ അത് മുസ്ലിം ലീഗിനെതിരെ കുത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഹംസയെ അവിടെ നിർത്തി, ഹംസ സമസ്തയിലെ ചില നേതാക്കളുടെ സ്ഥാനാർത്ഥിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ട് ചോദിച്ചോട്ടെ, സമസ്തയുടെ മുഖപത്രത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം വന്നതൊക്കെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണോ? അപ്പോൾ അല്ല, സമസ്തയുടെ മുഖപത്രത്തിൽ വരുന്ന ആക്ഷേപങ്ങൾ അത് മാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. സമസ്തയുടെ മുഖപത്രം അവർ പറയുന്നത്, അവകാശപ്പെടുന്നത് അത് ഇൻഡിപെൻഡന്റ് ആണ്. TP ചെറുപ്പ എന്ന മുൻ ചന്ദ്രികയുടെ മാധ്യമത്തിന്റെ ഒക്കെ എഡിറ്റർ ആയിരുന്ന ആളാണ് അതിന്റെ എഡിറ്റർ. പക്ഷേ മുസ്തഫ മുണ്ടുപാറയും സത്താർ പന്തലൂരും ഒക്കെ അതിന്റെ പ്രസിഡന്റ് എഡിറ്ററും അതിന്റെ CEO ആയിട്ടൊക്കെ ഉണ്ട്. സമസ്തയുടെ നേതാക്കളാണ് അവർ. അപ്പോൾ ഈ സമസ്തയിൽ ചില ദിവസം കോൺഗ്രസിനെ അവർ വിമർശിക്കുന്നുണ്ട്. പൂഞ്ഞാർ വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതെല്ലാം മുസ്ലിം യുവാക്കളായിരുന്നു അവിടെ വന്ന് ആ അച്ഛനെ വണ്ടി ഇടിപ്പിച്ചത് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് അത് വീണ്ടും അദ്ദേഹം പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചല്ലോ. അതിനെക്കുറിച്ച് സുപ്രഭാതത്തിലും കാന്തപുരത്തിന്റെ സിറാജിലും ഒക്കെ വിമർശനം വന്നിട്ടുണ്ട്. ഈ പത്രത്തിൽ വരുന്ന വിമർശനം വെച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ഹംസ എങ്ങനെ അവിടെ സ്ഥാനാർത്ഥിയായി എന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ വിവരമാണ്. അതായത് ഹംസ അവിടെ ചിലപ്പോൾ ജയിക്കണമെന്നില്ല, കാരണം അവിടെ സമതാനി നിൽക്കുകയാണ്. സമസ്തയുടെ വോട്ടർമാരും ഒരേ സമയം സമസ്തയിൽ മുസ്ലിം ലീഗിന്റെയും കൂറുള്ള ആൾക്കാരാണ്. അപ്പോൾ സമസ്തയുടെ വോട്ടർമാർ മുസ്ലിം ലീഗിനെതിരെ വോട്ട് ചെയ്തില്ലെങ്കിലും തൊട്ടപ്പുറത്തെ മണ്ഡലമായ കോഴിക്കോട് ഇതിന്റെ പേരിൽ എളമരം കരീമിനെ വിജയിപ്പിച്ചെടുക്കാം എന്ന തരത്തിൽ ഒരു ഡീല് നടന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തോടെയും ബോധ്യത്തോടെയും തന്നെ ഞാൻ പറയുന്ന കാര്യമാണ്. എന്നാലും അവിടെ അത് വിജയിക്കണമെന്നൊന്നുമില്ല, കാരണം അവിടെ MK രാഘവൻ വളരെ പോപ്പുലറാണ്. അവിടെ കഴിഞ്ഞ തവണ MK രാഘവനെതിരെ ഒരു പ്രത്യേക ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ച് അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചതാണ്. അപ്പോൾ ഇത്തവണ അദ്ദേഹം ജയിക്കില്ല എന്നും പറയാൻ പറ്റില്ല. പിന്നെ CPM ഇവിടെ ചില മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ നിർത്തിയത് അതൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ വലിയ മണ്ടത്തരം BJP ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അനിൽ ആന്റണിയെ കൊണ്ടുപോയി നിർത്തിയത്. ഞാനിപ്പോൾ പത്തനംതിട്ടയെക്കുറിച്ചാണ് ഏറ്റവും അവസാനം അവിടെ പോയി അതിനുശേഷം ലേഖനം ഇന്ന് പബ്ലിഷ് ആയത് പത്തനംതിട്ടയുടെയാണ്. എന്റെ അനിൽ ആന്റണി പറഞ്ഞതുപോലെ അനിൽ ആന്റണി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തി. പത്തനംതിട്ടയുടെ അടക്കം ആ വിശദാംശങ്ങളിലേക്ക് വരണം. വിവാദങ്ങളെക്കാളും വലിയ അന്തർധാരകളെ കുറിച്ച് പറയുമ്പോൾ അതിന് കൂടെ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടെ ചർച്ചയിനകത്തുണ്ടാവും. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ വരാം. ഒരു ചെറിയ ഇടവേള ടൈം ബാൻഡ് അനുസരിച്ച് വന്നതുകൊണ്ട് മാത്രം താങ്കളിലേക്ക് തന്നെ ഞാൻ തിരികെ എത്താം.
സമയത്ത് കഴിക്കണേ. വേണ്ടപ്പെട്ട കാൻഡിഡേറ്റുകളാണ് ഇത്തവണ മത്സരിക്കുന്നതാണ് അല്ലെ. ഏതെങ്കിലും ഒരു വിഭാഗം ആരെങ്കിലും ഒക്കെ പിന്തുണയ്ക്കുകയും അല്ലെ തള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യം 3 പേർക്കും ഇല്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ ശ്രീത് വർഷങ്ങളായിട്ട് പത്തനംതിട്ടക്കാരനാണ്, വർഷങ്ങളായിട്ട് പത്തനംതിട്ട, ഇതിന്റെ ഒരു ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും ഈ സഭാ വോട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ള മണ്ഡലം തന്നെയാണ് ചരണ്യ പത്തനംതിട്ട. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഒക്കെ ഓർത്തഡോക്സ് വോട്ടുകളൊക്കെ കാര്യമായി വീണ ജോർജിന് ലഭിച്ചു എന്നുള്ളത് അവരുടെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ഇപ്പോ ഇതിനകം തന്നെ മാർത്തോമ സഭ ആന്റോ ആന്റണിക്ക് ഏതാണ്ട് അതിന്റെ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത അതിന്റെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പല സഭകളുണ്ട് ഇവിടെ. മലങ്കര കത്തോലിക്ക സഭയുണ്ട്. തന്നെ പറഞ്ഞു അല്ലെ, അതായത് ഇപ്പോൾ നിലവിലുള്ള സിറ്റിംഗ് MP അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാണെന്ന് അവര് നിലപാട് വ്യക്തമാക്കിയിരുന്നു. മാർത്തോമ സഭയുടെ ഒരു നിലപാട് ഏതാണ്ട് പ്രത്യക്ഷമായി തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഈ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന പൂഞ്ഞാർ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയുള്ള മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനമാണ്. അത് ഈ മണ്ഡലം PC നമ്മളോട് പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും മറിഞ്ഞിട്ടുണ്ടോ? PC പൂർണ്ണമായും മറഞ്ഞു എന്ന് തീർച്ചയായും കരുതാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ അദ്ദേഹം പലതും പറഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ PC പ്രവർത്തിക്കുക എന്നുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PC ഇവിടേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു RSS അല്ലെങ്കിൽ BJP അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് PC ജോർജ്. അപ്പൊ അവർക്കൊക്കെ ഒരു എതിർപ്പ് വന്നത് പരിഹരിക്കാൻ ഒരു പക്ഷേ മോഡിയുടെ സാന്നിധ്യം ഗുണമായേക്കും എന്ന് തോന്നുന്നു. ശശിനാരായണൻ കൂടി എനിക്കൊപ്പം ഉണ്ട്. വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവും തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? 1,00,000 പേരെ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പാർട്ടി നേതൃത്വം ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷയാണ്. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയാണ്. 1,00,000 പേര് പാർട്ടി പ്രവർത്തകരും ഒപ്പം ഈ മണ്ഡലങ്ങളിലെ മാവേലിക്കര 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഒക്കെ പങ്കെടുക്കും. സംസ്ഥാന ദേശീയ നേതാക്കളും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ജനങ്ങൾ പങ്കെടുക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തിലാണ് വിജയപ്പെടുത്തുന്നത്. കാരണം അവർക്കൊരു വിജയപ്രതീക്ഷ ഈ മണ്ഡലത്തിലുണ്ട്. തെറ്റായിപ്പോയെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു. എന്ന് മാത്രമല്ല, ഇന്ത്യൻ പട്ടാളം നമ്മുടെ വീരമൃത്യു മരിച്ച പട്ടാളക്കാരോടുള്ള ആഭിമുഖ്യവും സ്നേഹത്തിനും പ്രകൃതി പാകിസ്ഥാന്റെ അതിർത്തി പോലും ലംഘിച്ച ഉള്ളിൽ കയറി വെടിവെച്ചു തുടങ്ങി. അന്താരാഷ്ട്ര സമൂഹം പോലും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്ത്. തെറ്റാ മര്യാദയുടെ പാകിസ്ഥാൻ ആ സംഭവം പറ്റും ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉദ്ദേശിച്ച് കളങ്കം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എത്രയോ മോശമാണ്. ആന്റോ ആന്റണി കേസ് പ്രതിയാവും. എന്തുകൊണ്ടാണ് ആന്റോ ആന്റണി അങ്ങനെ പറഞ്ഞത്? PC-ക്ക് അറിയാലോ, ആന്റോയുടെ പൾസൊക്കെ അറിയാലോ. അയക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കാണും, അതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണോ? ഞാൻ ചില തീവ്രവാദികൾ വോട്ട് കിട്ടാൻ വേണ്ടി ഉപകരിക്കുമായിരിക്കാം. പക്ഷെ തീവ്രവാദികൾ വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കല് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തട്ടിക്കളയുമല്ലോ. $110 ബില്യൺ അബദ്ധമാണ് ക്ഷമ പറയണം. ഇപ്പൊ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനെ അനുകൂലിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയോ ഞാൻ ഒരിക്കലും ഇന്ത്യക്ക് ആനന്ദ് കൊച്ചുകൂടി അത് മുഴുമിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രബലമായിട്ടുള്ള ഒരു പട്ടിക പുറത്തിറക്കുക. പത്തനംതിട്ടയിലടക്കം തോമസ് ഐസക്കിനെ പോലെ അത്രയും പ്രബലനായിട്ടുള്ള ആളെ രംഗത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം വരിക, ആ രീതിയിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കുക. അതിനകത്ത് പോലും ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. പത്തനംതിട്ടയുടെ കാര്യമെടുത്താൽ ഇപ്പോൾ ഈ 18 UDF-ന്റെ MP-മാരുള്ളതിൽ ഏറ്റവും ആന്റി ഇൻകംബൻസി, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിപ്രതിപത്തി ഉണ്ടായിരുന്നത് പത്തനംതിട്ടയിലെ MP-യായ ആന്റോ ആന്റണിയോടാണ്. ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷിനേക്കാളും അല്ലെങ്കിൽ രമ്യ ഹരിദാസിനേക്കാളും കൂടുതൽ അവിടെ തോൽവി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിരുന്ന ആൾ ആന്റോ ആന്റണിയാണ്. പക്ഷേ ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയെയും CPM-ന്റെ സ്ഥാനാർത്ഥിയെയും വെച്ച് നോക്കുമ്പോൾ പല പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും വെച്ച് നോക്കിയാൽ അവിടെ ആന്റോ ആന്റണി വീണ്ടും ജയിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു നേതാവിനോട് പറഞ്ഞത് ആന്റോ ആന്റണി ഇപ്പോൾ ഒരു ലോട്ടറി എടുത്താൽ അത് മിക്കവാറും അടിക്കും. കാരണം അത്രയും ഭാഗ്യമാണ്. അതായത് ഒരിക്കലും ജയിക്കാത്ത ഒരാൾ, എതിർ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ രണ്ടുപേര് വന്നതുകൊണ്ട് ജയിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു അവസ്ഥയാണ് പത്തനംതിട്ടയിൽ. ഇപ്പോൾ പത്തനംതിട്ടയിൽ BJP PS ശ്രീധരൻ പിള്ളയെ നിർത്തിയിരുന്നെങ്കിൽ അവിടെ ഒരേ സമയം അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി 4 ക്രിസ്ത്യൻ സഭകളുടെ പരിപാടിയിൽ പങ്കെടുത്തു. ഗോവയിൽ അദ്ദേഹം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്തു, ആതിഥേയത്വം വഹിച്ചു. അദ്ദേഹം ഇവിടെ മലങ്കര സഭയുടെയും IPC പെന്റിക്കോസ്റ്റ് സഭയുടെയും ഉൾപ്പെടെ വലിയ ചടങ്ങുകളിൽ പങ്കെടുത്തു. അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിക്ക് അഭിമതനാണ്.
അദ്ദേഹം ഈഴവ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ല. അദ്ദേഹം നിന്നിരുന്നെങ്കിൽ പത്തനംതിട്ട BJPക്ക് തൃശ്ശൂർ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പത്തനംതിട്ടയെങ്കിലും BJPക്ക് ചിലപ്പോൾ താമര വിരിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോട്ടെ, ഇനിയിപ്പോൾ PS ശ്രീധരൻപിള്ള നിന്നില്ലെങ്കിൽ അവിടെ PC ജോർജ് ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷോൺ ജോർജ് ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ കുമ്മനം രാജശേഖരൻ ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച K സുരേന്ദ്രൻ മത്സരിച്ച ആളാണ്, അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ ഇവരെ ഒന്നും നിർത്താതെ ഈ അനിൽ ആന്റണി എന്ന AK ആന്റണിയുടെ അച്ഛന്റെ ആ വിലാസം മാത്രമുള്ള അനിൽ ആന്റണിയെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് നിർത്തിയത് അത് ഭൂലോക മണ്ഡലം അല്ലെങ്കിൽ പിന്നെന്താണ്? ഇത് ഇവിടെ കേരളത്തിലെ മീഡിയ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്നാണ്. പക്ഷെ സത്യം അതല്ല. സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ തീരുമാനം എടുത്തത്. ഇവിടെ നിന്ന് പോയ പേരിൽ അനിൽ ആന്റണിയുടെ പേരില്ല പത്തനംതിട്ടയിൽ. അത് കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവ്ദേക്കർ PC ജോർജിന്റെ വീട് സന്ദർശിച്ച് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തതാണ്. അദ്ദേഹത്തെ ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ എല്ലാം കൂടിയാണ് ഡൽഹിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ച് ജനുവരി 31 അംഗത്വം എടുപ്പിച്ച് പാർട്ടി ലയിപ്പിച്ച് അദ്ദേഹത്തെ BJP അംഗമാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിന് പത്തനംതിട്ട സീറ്റ് കൊടുക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മോദിജിയും അമിത്ഷായും കൂടി അദ്ദേഹത്തിന്റെ പേര് വെട്ടി അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി. അതെന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയെന്നുള്ളത് ചോദിച്ചാൽ സാമാന്യ യുക്തിക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ അനിൽ ആന്റണിയെ ഇവിടെ അണ്ണാമലയെ പോലെ ഇറക്കാം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ കൂടി വല്ല അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കൂട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല. കാരണം എറണാകുളത്തോ ചാലക്കുടിയിലോ നിന്നാൽ അനിൽ ആന്റണി ചിലപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പോകും. കാരണം അവിടെ ഒരു നേരിയ മുൻതൂക്കം UDFന് കൊടുക്കുന്നു, അതേപോലെ എവിടെയോ ഒരു മുൻതൂക്കം BJPക്കും NDA മുന്നണിക്കും കൊടുക്കുന്നുണ്ടോ ഈ വാക്കുകളിൽ താങ്കൾ പറഞ്ഞു വരുമ്പോൾ? എനിക്കൊരു സംശയം. ഇല്ല, ഞാൻ പറയുന്നത് പത്തനംതിട്ടയിൽ BJPക്ക് ജയിക്കാമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് PS ശ്രീധരൻപിള്ള. അവിടെ PC ജോർജും ഷോൺ ജോർജും ചില പ്രത്യേക സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിൽ അതായത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവിടെ തോമസ് ഐസക്കും ആന്റോ ആന്റണിയുമാണ് എതിർ സ്ഥാനാർത്ഥികളെങ്കിൽ PC ജോർജ് പോലും ചിലപ്പോൾ ത്രികോണ മത്സരത്തിൽ ജയിക്കാമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷോൺ ജോർജ് ഉൾപ്പെടെ. പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് ആ സംസ്ഥാന തലത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു നേരിയ മുൻതൂക്കം കൊടുക്കുന്നത് UDFന് തന്നെയാണ് ഇത്തവണത്തെയും ഈ സാഹചര്യത്തിലും. ഇപ്പോഴും ഒരു ഫീൽഡിൽ നിന്നുള്ള ഒരു പൾസ് എടുത്തിട്ടും തീർച്ചയായും ഈ കേരളത്തിലെ സ്ഥിതി വിഭിന്നമാണല്ലോ. ദേശീയ തലത്തിൽ ഇപ്പോൾ അബ് കി ബാർ 400 പാർ എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നത് ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായിട്ടും അത് പ്രതിഫലിക്കണമെന്നില്ല. ദക്ഷിണേന്ത്യയിൽ കൂടി പരമാവധി സീറ്റ് കിട്ടാനില്ല. ആ പോയിന്റിൽ നിന്ന് ശ്രീ ഡോക്ടർ A സമ്പത്ത്, പത്തനംതിട്ടയിലടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുണ്ട് പിഴവുകൾ ഇടതുമുന്നണിക്ക് എന്നതൊക്കെ രാഷ്ട്രീയമായി തന്നെ താങ്കൾ പ്രതിരോധിച്ചുകൊള്ളൂ. പക്ഷേ അപ്പോഴും ഒരു വിഷയമുണ്ട്. ദേശീയ തലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഇലക്ട്രൽ ബോണ്ട് വിഷയമാണെങ്കിൽ, പൗരത്വ പ്രതിഷേധ നിയമം ആണെങ്കിലൊക്കെ, ഇതിനെതിരെയുള്ള പ്രതിഷേധമാണെങ്കിലൊക്കെ, ഇതൊക്കെ ശക്തമാകുമ്പോഴും ജനം കോൺഗ്രസിനൊപ്പമല്ലേ സ്വാഭാവികമായിട്ട് നിൽക്കൂ. ദേശീയ തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കോൺഗ്രസിനല്ലേ കഴിയുകയുള്ളൂ. ഒരു BJP വിരുദ്ധ മുന്നണിയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അതിന് കോൺഗ്രസ് ശക്തമാകണ്ടേ എന്നൊരു പൊതുബോധ്യം, ആ ഒരു ബോധം ജനങ്ങൾക്കുണ്ടാവില്ലേ? വോട്ട് ചെയ്യുന്ന ജനം ആ തരത്തിലല്ലേ ചിന്തിക്കുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പൾസും അതാകാനല്ലേ സാധ്യത എന്നൊരു വിലയിരുത്തലാണല്ലോ. നോക്കൂ അപർണ, കോൺഗ്രസ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത്, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്നത്, ആ പാർട്ടിക്ക് അങ്ങനെ അവകാശപ്പെടാനുള്ള അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉള്ളത് തന്നെ. ഞാൻ അതൊന്നും ചോദ്യം ചെയ്യുകയല്ല. കാരണം ഒരു കാലത്ത് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. സഖാവ് AK ജിയും സഖാവ് EMSഉം സഖാവ് TV തോമസും സഖാവ് VS അച്യുതാനന്ദനും സഖാവ് MN ഗോവിന്ദൻ നായരും സഖാവ് EK നായനാരും സഖാവ് കാട്ടായിക്കോണം V ശ്രീധറും അങ്ങനെ നിരവധി നേതാക്കൾ, സഖാവ് സുശീല ഗോപാലനും സഖാവ് KR ഗൗരിയമ്മയും ഉൾപ്പെടെ ഉള്ളവർ. എന്തിനേറെ പറയുന്നു, നമ്മൾ BJPയുടെ ഒരു കാലത്തെ നേതാക്കന്മാരായിട്ടുള്ള അത്തരത്തിൽ മുതിർന്ന പല ആളുകളും, ഇന്ന് അവർക്കതൊന്നും പറയാനില്ല എങ്കിലും അവരിൽ പല ആളുകളും ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടിയായിരിക്കും കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. ഇന്ത്യയിൽ
അപ്പം ഞങ്ങളൊരു വലിയ പാർട്ടിയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, പണ്ടും അവകാശപ്പെടുന്നില്ല, ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. കുരുമുളക് വളരെ ചെറുതാണ്, പക്ഷേ എരിവ് വളരെ കൂടുതലാണ്. ചുക്ക് ചേരാത്തതായിട്ടുള്ളൊരു കഷായം ഉണ്ടാവില്ല. ഒരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പ്രസക്തി, പങ്ക് എന്ത് എന്നുള്ളത് അവർ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ആ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, അവർ ഏറ്റെടുക്കുന്നതായ വിഷയങ്ങൾ, അവർ ജനങ്ങളെ അണിനിരത്തുന്നത് ഇത്തരം പല കാര്യങ്ങൾ കൊണ്ടാണ്. അത് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, അതിന് പുറത്തും. അതാണ് ഞാൻ നേരത്തെ ആ ചർച്ചയിൽ ഈ ജുഡീഷ്യറിയിലടക്കം അത്തരത്തിൽ ചെന്ന് ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് മുതലുള്ള ഇങ്ങോട്ടുള്ള കേസുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒരു ചെറിയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നീട് CPM ഇതെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങൾ 3 പേര് ഇതിൽ വക്കീലന്മാരാണല്ലോ. അപ്പോൾ വക്കീലന്മാർ ഞങ്ങളത് പറയുമ്പോൾ സ്വാഭാവികമായും അപർണയും ആനന്ദിനേക്കാൾ കൂടുതൽ ഇതിൽ ഞങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങൾ കൂടുതൽ നിയന്ത്രണവും സീമലംഘിക്കാതെയും, കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലേണഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതിൽ തന്നെ ചില പദപ്രയോഗങ്ങൾ നമ്മൾ വേണ്ടിയിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചില ഈ വാഹനങ്ങളുടെ എല്ലാം പേരുകളൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് മറ്റ് ചില അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ചില സന്ദേശങ്ങൾ നൽകുന്നുവെങ്കിൽ അത് മോശപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കാനല്ല ഇത് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ ഏതാണ്ട് 1 ഡസൻ മുൻ മുഖ്യമന്ത്രിമാർ അവർ പാർട്ടി വിട്ടു പോവുകയാണ്. എന്തിനാ പോയത്? അവരുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ അങ്ങനെയുള്ളവരടക്കം പോവുകയാണ്. ഇതെല്ലാം തങ്ങളുടെ കഴിവാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പറയുന്നുവെങ്കിൽ ഞാൻ ഒരാളുടെ പേര് മാത്രം പറഞ്ഞോട്ടെ, അപർണ, ഒറ്റ ആളുടെ പേര്, ഞാൻ കൂടുതൽ പേരൊന്നും പറയുന്നില്ല. എന്താണ് സിന്ധ്യയ്ക്ക് സംഭവിച്ചത്? മാധവറാവ് സിന്ധ്യയുടെ പുത്രനാണല്ലോ ആ സിന്ധ്യ. അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അത്തരം കാര്യങ്ങൾ, മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള കാര്യത്തിൽ നമ്മൾ കോൺഗ്രസ് ഒരു 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 ആത്മപരിശോധന നടത്തട്ടെ. ഞാൻ ഒരാളുടെ പേര് മാത്രം പറഞ്ഞു, കാരണം പാർലമെൻറ്റിൽ ഈ 15ഉം 16ഉം ലോക്സഭകളിൽ, അതിൽ പ്രത്യേകിച്ചും BJP അധികാരത്തിൽ വന്ന 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴും പാർലമെൻറ്റിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതിന് മറുപടി കിട്ടാതെ വരിക, ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, ഞങ്ങൾ ഇടതുപക്ഷ MPമാർ പലപ്പോഴും വെളിയിലേക്ക് ഇറങ്ങേണ്ടി വരിക, ഞങ്ങൾ തന്നെ പലപ്പോഴും എക്സ്ട്രാ പാർലമെൻ്ററി ആയിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരിക. ഞങ്ങളുടെ കൈ വന്ന് മുഷ്ടിയിൽ ചുരുട്ടി ഞങ്ങളുടെ കൈ ഇങ്ങനെ ഇതിൽ പിടിച്ച് ആ സോളിഡാരിറ്റി പറയുകയും തൻ്റെ കൂടെ ഉള്ളവരോട് യു സീ ദ കോംറേഡ്സ് എന്ന് പറയുകയും ചെയ്ത ഒരു മനുഷ്യൻ. അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഈസ് ഹെഡിങ് ടുവേർഡ്സ് എ സെൽഫ് ഇംപ്ലോഷൻ. ഏറ്റവും ഒടുവിലത്തെ കാര്യം, എനിക്കൊരു 2 മിനിറ്റ് കൂടി തന്നാൽ മതി. ആരാണ് അഭിഷേക് മനു സിംഗ്വി? സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ 3 വക്കീലന്മാരോ ഒന്നുമല്ല, പാർട്ടികൾ 3 ആയിക്കോട്ടെ. അദ്ദേഹം ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോർ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് ജസ്റ്റിസിൻ്റെ ലോ ആൻഡ് ജസ്റ്റിസ്, പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസ്, ആ കമ്മിറ്റിയാണ് ലോക്പാലിൻ്റെ ആ കരട് ബില്ല് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ അധികാരത്തിലുള്ള ഏക സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് നിലവിൽ. ആ ഹിമാചൽ പ്രദേശിൽ അദ്ദേഹം ഉറപ്പായി രാജ്യസഭയിലേക്ക് വിജയിക്കേണ്ട ആളാണ്. അങ്ങനെ തന്നെ നമ്മൾ പലരും വിശ്വസിച്ചതുമാണ്, ഇല്ലേ? കാരണം ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ നമ്പർ ഗെയിം എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ 3 പേരും പറയുന്നത് പോലെ ഞങ്ങളുടെ പാർട്ടി ജയിക്കുമെന്നൊക്കെ പറഞ്ഞ അത്തരത്തിലുള്ള ഞങ്ങളുടേതായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി കൂടി ഞങ്ങൾ പറയുന്നത് പോലെ അവിടെ പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ നമ്പർ വെച്ച്. പിറ്റേന്ന് എന്ത് സംഭവിച്ചു എന്ന് അപർണ ഉൾപ്പെടെ നമുക്കെല്ലാം അറിയില്ലേ? എന്തായിരുന്നു അഡ്വക്കേറ്റ് സിംഗ്വി പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതല്ലേ. എന്നോടൊപ്പം തലേന്ന് അത്താഴം കഴിച്ച് പിരിഞ്ഞവരടക്കം ഈ വിധത്തിൽ നേരം പുലരും മുമ്പ് ഇങ്ങനെ അവരോടൊപ്പമുള്ള എൻ്റെ അവസാനത്തെ അത്താഴമാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിലെ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് അദ്ദേഹം ചോദിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കേണ്ടത്? ഇവിടെ ശ്രീ കുഞ്ഞാലിക്കുട്ടി മാധ്യമത്തിന് നൽകിയതായിട്ടുള്ള ആ അഭിമുഖത്തിൽ അദ്ദേഹം കോൺഗ്രസ് പലപ്പോഴും കൈക്കൊള്ളുന്നതായ മൃദു ഹിന്ദുത്വ നിലപാടിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കാൻ പാടില്ല. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ നിന്ന് തുടങ്ങുകയാണ് ഇന്ത്യയിലെ വർഗീയ ഫാസിസത്തിൻ്റെതായിട്ടുള്ള അഴിഞ്ഞാട്ടം. അത് ആ പോയിന്റുകളെല്ലാം വ്യക്തമാണ്. വസന്ത തെങ്ങമ്പള്ളി, ഇതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. BJP വിരുദ്ധ സർക്കാർ വരണമെന്നാണ് പറയുന്നതെങ്കിൽ കോൺഗ്രസ് ശക്തമാകണ്ടേ? ഒരു 150 സീറ്റിലെങ്കിലും കോൺഗ്രസ് വരണ്ടേ? ഇത് വോട്ട് ചെയ്യുന്ന പൊതുജനത്തിന് തോന്നണ്ടേ എന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൽ വരുന്നത് കോൺഗ്രസിന് തന്നെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഏത് തരത്തിലാണ് അഭിസംബോധന ചെയ്യപ്പെട്ടത്, ഏത് തരത്തിലാണ് ശബ്ദമുയർത്തിയത് കോൺഗ്രസ് എന്നുള്ളതിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ. ഈ ചരിത്രം
ഈ വോട്ട് ചെയ്യുന്ന പൊതുജനം ആലോചിക്കുകയില്ലേ? പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മൃദുഹിന്ദുത്വ സമീപനം കോൺഗ്രസിനുണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നത് UDF ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗാണ്. അങ്ങനെ വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് വരുമ്പോൾ കോൺഗ്രസിനെ അല്ലേ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നിൽക്കുന്ന ചോദ്യത്തിന് പകരം എന്തുകൊണ്ട് സ്വയം വിശ്വാസമില്ലാത്ത ഒരു കോൺഗ്രസിനെ തെരഞ്ഞെടുക്കണമെന്നൊരു ചോദ്യത്തിലേക്ക് വരില്ലേ? ആ ചോദ്യമാണ് ചോദിക്കുന്നത് ഇടതുപക്ഷം. അല്ല അതിനു മുമ്പ്, ആ ഉത്തരത്തിന് മുമ്പ് ഡോക്ടർ സമ്പത്തിന്റെ ചില വാദങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ നമ്മുടെ ബൈബിൾ വചനം പോലെ സ്വന്തം കണ്ണിലെ തടി കാണാതെ അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, CPIM എന്ന് പറയുന്ന പാർട്ടി, അദ്ദേഹം നേരത്തെ പറഞ്ഞു ഞങ്ങൾ പണ്ടും വലിയ പാർട്ടിയാണ്. അല്ല സാർ, നിങ്ങൾ പണ്ട് വലിയ പാർട്ടി തന്നെയായിരുന്നു. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു നിങ്ങൾ. ഈ രാജ്യത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഭരണമുണ്ടായിരുന്നു. 2000-ങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് നോക്കിയാലും 60-70 MP-മാർ നിങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഇടിവുണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങ് ആ രീതിയിലല്ല അങ്ങയുടെ വാദങ്ങൾ പോകുന്നത്. നോക്കൂ, ബംഗാളിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ അടക്കം BJP ആയി മാറിയില്ലേ? നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിമാർ അടക്കം BJP ആയി മാറിയില്ലേ? നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രിമാർ, MLA-മാർ, MP-മാർ BJP-യിലേക്ക് പോയില്ലേ? പാർട്ടി ഓഫീസ് അടക്കം പോയില്ലേ? ഒരു നേതാവ് പോയ കഥയാണ് നിങ്ങൾ കോൺഗ്രസിനെ പറ്റി പറയുന്നെങ്കിൽ, ഓരോ നേതാക്കൾ പോയ കഥകളാണ് നിങ്ങൾ പറയുന്നെങ്കിൽ, പാർട്ടി ഓഫീസ് തന്നെ, ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ തന്നെ, സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസുകൾ തന്നെ BJP ആയി മാറിയില്ലേ? അപ്പോ പ്രസന്റ് ഇന്ത്യൻ രാഷ്ട്രീയം അതിനെ ആ രീതിയിൽ അങ്ങനെ മലീമസമാക്കുന്ന രീതിയിലേക്കാണ് BJP കൊണ്ടുപോകുന്നത്. അതിനെ നമുക്ക് തടയിടേണ്ടതായിട്ടുണ്ട്. അതിൽ കോൺഗ്രസിനും CPM-നും വലിയ പങ്ക് ഇല്ല എന്ന് ഞാൻ പറയില്ല ഡോക്ടർ സമ്പത്ത്. പക്ഷേ അങ്ങ് നോക്കൂ, അത് കോൺഗ്രസിന് മാത്രമാണ് എന്നങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമായി കേരളത്തിൽ നിന്ന് പോകുന്നത് അൽഫോൺസ് കണ്ണന്താനമാണ്. ഉത്തരമുണ്ടോ? അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ MLA സ്ഥാനം രാജിവെച്ച് പോയത് പോട്ടെ, അങ്ങിപ്പോ പറയുന്നു എന്താണ് പറയുന്നത്, അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ പോയവരുടെ കഥ. അത് പോയതിനു ശേഷമാണ് പലരും BJP ആവുന്നത്. പക്ഷെ നോക്കൂ, BJP ആയി കേന്ദ്രമന്ത്രിയായി തിരിച്ചെത്തിയ അൽഫോൺസ് കണ്ണന്താനത്തിന് അത്താഴ വിരുന്ന് കൊടുത്തതിനു ശേഷം കണ്ണന്താനം വെളിയിറങ്ങി വന്ന് പറഞ്ഞ എന്താണ്, പിണറായിയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ പോയത്. ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ തുടങ്ങി ഒരു ഡസൻ നേതാക്കൾ കേരളത്തിൽ CPM വിട്ട് പോയിട്ടില്ലേ? അത് നല്ല കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഡസൻ സ്കോർ ബോർഡ് നോക്കുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് 10 പോയി എന്ന് ഡോക്ടർ സമ്പത്ത് പറയുമ്പോൾ ഇപ്പുറത്ത് 20 പോയി എന്ന് പറയാൻ എനിക്കുണ്ട്. പക്ഷെ ഞാനത് പറയില്ല, പറയാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങ് എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. മതേതര ചേരിക്ക് അത് CPM-ലാവട്ടെ, സോഷ്യലിസ്റ്റ് ാവട്ടെ, NCP-യിലാവട്ടെ, ജനതാദളിലാവട്ടെ, കോൺഗ്രസിലാവട്ടെ, മതേതര ചേരിയിൽ നിന്നുണ്ടാകുന്ന ഓരോ കൊഴിഞ്ഞു പോക്കും അത് അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സ്വാഭാവികമായും അത് അംഗീകരിക്കുകയും വേണം. പക്ഷേ അത് കോൺഗ്രസിൽ നിന്ന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന് ബദൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി CPM-ൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നവരെ കാണാത്തത് ഈ ഒരു മാസ കാലയളവിനിടയിൽ വിവിധ MP-മാർ, 14ഓളം MP-മാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, MLA-മാർ കോൺഗ്രസിൽ ചേക്കേറിയില്ലേ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഒന്നും അല്ല, അതൊരു അസ്ഥിവാരം മാത്രമാണ് എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളടക്കം മാറി നിന്ന് കൈകൊട്ടി ചിരിച്ചെടുത്ത് ആ സംവിധാനം ഉത്തർപ്രദേശിൽ സീറ്റ് ചർച്ച പൂർത്തിയാക്കി. വസന്ത്, ഞാൻ ആ സമയപരിമിതി കൊണ്ട് വസന്ത് അതിൽ വ്യക്തമാണ് എന്ന് കരുതുന്നു. ഞാൻ ഒരു ചോദ്യം അതുമായി ചേർന്നുകൊണ്ട് തന്നെ ശ്രീ സിന്ധുമോളോട് ചോദിച്ചുകൊള്ളട്ടെ. മറ്റു പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് ഒഴുകുന്നത് എന്തുകൊണ്ട്? എന്തോ ഒരു പ്രശ്നം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നൊരു സ്ഥിതിഗതിയിലേക്കൊക്കെ BJP പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും കൃത്യമായ രീതിയിൽ ഈ പ്രചാരണത്തിന് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? പത്മജ വേണുഗോപാലിനെ പോലും പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുള്ള വാർത്തകൾ വരുമ്പോൾ അവർക്കത് നിഷേധിക്കേണ്ടതായിട്ടൊക്കെ വരുന്നു. അപ്പോഴും പ്രചാരണ രംഗത്തേക്ക് അവർ ഇറങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും BJP-യുടെ പ്രചാരണ അജണ്ടയൊക്കെ ഇത് ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത്? ഈ വന്നവർ പിന്നീട് പശ്ചാത്തപിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നൊക്കെയുള്ള വരും സമയങ്ങൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ചില ആശയക്കുഴപ്പങ്ങൾ പാർട്ടിക്കകത്തുണ്ട് എന്ന് പുറത്തു നിൽക്കുന്നവർക്ക് തോന്നില്ലേ? അപർണ, കേരളത്തില് BJP-ക്കുള്ളിൽ യാതൊരു അഭിപ്രായ ഭിന്നതകളുമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞങ്ങളിലേക്ക് ചേക്കേറുന്നവരെ സ്വീകരിക്കാനിരിക്കുന്നവർ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും വന്നാലും ഞങ്ങൾ അവരെ സ്വീകരിക്കും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സ്വീകരിക്കും. അതാണ് ഈ കേരളത്തിലും നടന്നിട്ടുള്ളത്, ഇനി നടക്കാനിരിക്കുന്നത്. ഇവിടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടെ എനിക്ക് കൂട്ടി ചേർത്ത് സംസാരിക്കേണ്ടി വരുമോ? പറഞ്ഞാൽ അല്പസമയം തരണം.
ചില സ്ഥലങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നു. അതിലൊന്ന് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ ഏത് സ്ഥാനാർത്ഥിയാണ് ആപ്റ്റ് എന്നുള്ള കാര്യത്തിലൊക്കെ സംഘടനയ്ക്കുള്ളിലും അല്ലാതെയും ഒക്കെ ചർച്ചകൾ നടന്നതിന് ശേഷമായിരിക്കും അവിടെ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടാവുക. എനിക്ക് ഒരു സംശയവും വേണ്ട. അവിടെ എന്താണെന്ന് വെച്ചാൽ AK ആന്റണിയുടെ മകൻ എന്നുള്ള പേരിൽ മാത്രം എന്ന് പറയുന്ന ഇടത്തു നിന്നും മാറി അദ്ദേഹം ഒരു യുവ നേതാവാണ്. അദ്ദേഹം AK ആന്റണിയുടെ മകനാണ് എന്നുള്ള വലിയ ഒരു ഘടകം അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു യുവ നേതാവാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അറിയാം, സംസാരിക്കാൻ അറിയാം, എങ്ങനെ രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്നറിയാം. അതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു യുവ നേതാവിനെ പത്തനംതിട്ടയിൽ ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ അവിടെ LDFനും UDFനും കിളി പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ ആനന്ദ് കൊച്ചുകൂടി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ MP മാരുടെ ആന്റണി ഉൾപ്പെടെയുള്ള MP മാരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞു. ഇപ്പോ ആന്റണി പത്തനംതിട്ടയിൽ നടത്തിയ പുൽവാമ അക്രമത്തെ കുറിച്ചുള്ള സംഭാഷണം പോലും ഇവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആർക്കു വേണ്ടിയാണ് നിലപാടെടുക്കുന്നത്? ഇങ്ങനെയുള്ള കുറെ ആളുകളാണ് ഇന്ത്യൻ സമയപരിമിതി കൊണ്ട് അല്ല, ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്. ഇത് കോൺഗ്രസിലുമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുണ്ട്. ഇനി ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ പറയുന്നത് പോലെ ഇന്ത്യ രാഷ്ട്രീയമൊന്നുമല്ല. ഇവർ ചിലടത്ത് സഹായിക്കും. വളരെ കൃത്യമായിട്ട് അറിയാം വടകരയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, തൃശ്ശൂർ എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾ വളരെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. അപർണ, ഇവിടെ വികസനത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയത്തെ കുറിച്ച് അല്ല, ഇവിടെ കേരളത്തിൽ നിന്ന് BJPയുടെ പേരുകളായിട്ട് 3 പേരുകൾ പോയതിൽ അനിൽ ആന്റണിയുടെ പേരില്ല. പിന്നെ എങ്ങനെയാണ് അനിൽ ആന്റണി ആ പട്ടികയിൽ വന്നത്? അനിൽ ആന്റണിക്ക് 2 ലക്ഷം വോട്ട് തികച്ചു കിട്ടില്ല എന്നാണ് ചർച്ചകളിലൊക്കെ വരുന്ന ഷാബു പ്രസാദ് എന്നോട് ഓൺ റെക്കോർഡ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ റെഡ്ഡി 2,93,000 വോട്ടാണ്. BJPയുടെ നേതാക്കളോട് നമ്മൾ സംസാരിച്ചാൽ അദ്ദേഹം ഒരു സഹയാത്രികനാണ്. അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റു നേതാക്കളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, എന്റെ മാന്യത കാരണം. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് BJPക്കുള്ളിലായിരുന്നു, ഷാബു പ്രസാദിനോടല്ല. പല അഭിപ്രായങ്ങൾ പറയും പലരും. കുറെ പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിന്ധുമോളേക്കാൾ സീനിയർ ആയിട്ടുള്ള നേതാക്കളോട് ചോദിച്ചിട്ടുണ്ട്. അപർണ, പത്തനംതിട്ടയിലെ വോട്ടറാണ് ഞാൻ. 10 സെക്കൻഡ്, എനിക്ക് ഇനി സമയം വേണ്ട. 10 സെക്കൻഡ്. പത്തനംതിട്ടയിലെ വോട്ടറാണ് ഞാൻ. പത്തനംതിട്ടയിലെ വോട്ടറാണ് ഞാൻ. അവിടെ നിന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവാണ്. സിന്ധുമോൾ പറയുന്നു അവിടെ അനിൽ ആന്റണിയെ അവതരിപ്പിച്ചപ്പോൾ UDFും LDFും പേടിച്ച് വിറച്ചു നിൽക്കുകയാണെന്ന്. നന്ദിയുണ്ട് സിന്ധുമോൾ, ഒരുപാട് നന്ദിയുണ്ട്. അനിൽ ആന്റണിയെ BJP സ്ഥാനാർത്ഥിയാക്കി. ഏതായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തീരുന്നില്ല. സമയപരിമിതി കൊണ്ട് ആ ചർച്ച ചൂട് പിടിച്ച് വന്നപ്പോഴേക്കും നമുക്ക് ആ സമയപരിമിതിയിലേക്ക് കടന്നതിൽ ഖേദിക്കുന്നു. ഏതായാലും നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ് തീയതി ഇതാ നാളെ വരുന്നു, ഈ വിവാദങ്ങളൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നുള്ളത്. വികസനമാകില്ലേ പ്രധാന ചർച്ചാ വിഷയം എന്നൊരു വിഷയം കൂടി ഈ ഡിബേറ്റിനകത്ത് ഉൾപ്പെടുത്തണമുണ്ടായിരുന്നു. അതിലേക്ക് കടക്കാൻ സാധിച്ചില്ല. ഏതായാലും പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യത്തിന് വിവാദങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കൂടുതൽ പ്രേക്ഷകരും 65% പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അതായത് സമയപരിമിതി കൊണ്ടാണ് വീണ്ടും അതിഥികളിലേക്ക് കടക്കാൻ കഴിയാത്തത്. വളരെയധികം നന്ദി ഡോക്ടർ A സമ്പത്ത്, അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഒപ്പം ആനന്ദ് കൊച്ചുകൂടി ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുകയാണ് അന്തിചർച്ച. നമസ്കാരം.